മദീനത്തു നബിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അഹ്ലു സുഫ എന്നുള്ളത്. അഹ്ലു സുഫയിലെ പ്രധാനിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ചുറ്റിലും ഇരിക്കുന്ന സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കും. ബനി ഇസ്രായേലിൽപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ തൃപ്തിയെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തെ ആള് അധാർമികതയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. മദ്യപാനവും സ്ത്രീയും അങ്ങനെ ഏതെല്ലാം അധാർമികതകളുണ്ടോ അതെല്ലാം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. പലപ്പോഴും ഈ ആബിദായ സൽക്കർമ്മിയ മനുഷ്യൻ തൻ്റെ സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ ദുശീലം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപദേശിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ഉപദേശം അദ്ദേഹം ചെവിക്കൊണ്ടിട്ടില്ല. ഒരിക്കൽ ഈ സൽക്കർമ്മിയായ മനുഷ്യൻ തൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്ന വേളയിൽ അദ്ദേഹം മദ്യപിച്ച് അതിൻ്റെ ലഹരിയിൽ മതിമറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നീ എത്രയോ നന്ദി കെട്ടവനാണ്, നിനക്ക് നിന്റെ റബ്ബ് എത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നീ നിന്റെ റബ്ബിനോട് ഇത്രയും നന്ദികേട് കാണിച്ചാൽ നിനക്ക് അള്ളാഹു നരകമല്ലാതെ മറ്റൊന്നും തരികയില്ല, നീ നരകവാസിയാണെന്ന് ഈ സൽക്കർമ്മി ഈ അധാർമികതയിലുള്ള മനുഷ്യനോട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ പാപിയായ മനുഷ്യൻ സൽക്കർമ്മിയോട് ചോദിക്കുന്നത്, നിന്നെ ആരാണ് എൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടത്? പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, രണ്ടാളുകളെയും അള്ളാഹു ഹിസാബിൻ്റെ സമയത്ത് തൻ്റെ മുമ്പിൽ ഹാജരാക്കി ഈ മനുഷ്യനോട്, സൽക്കർമ്മിയ മനുഷ്യനോട് അള്ളാഹ് ചോദിക്കുന്നത്, നിന്നോട് ആരാണ് പറഞ്ഞത് ഇന്നയാള് നരകവാസിയാണെന്ന്, ഇന്നയാൾക്ക് നരകത്തിൽ ശിക്ഷയുണ്ടെന്ന് നിന്നെ ആരാണ് ഏൽപ്പിച്ചതെന്ന് അല്പം കോപത്തോടുകൂടി പടച്ചോൻ ആ സൽക്കർമ്മിയ മനുഷ്യനോട് ചോദിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മുഹദ്ദിസുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റിലുമുള്ള ആളുകളെ കാഫറാക്കലുണ്ട്. നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലല്ല എങ്കിൽ, നാം പ്രവർത്തിക്കുന്ന ആദർശത്തിൻ്റെ കീഴിലല്ല എങ്കിൽ അവരെ നരകവാസിയാക്കാനും അവരെ മുനാഫിക്കാക്കാനും അവരെ മുശ്രിക്കാക്കാനും വല്ലാതെ മത്സരം കാണിക്കുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് റബ്ബാണ്. അവൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്ന് തീരുമാനിക്കുന്നത് പടച്ചോനാണ്. സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തതുകൊണ്ട് സ്വർഗവാസിയാകണമെന്നോ സൽക്കർമ്മങ്ങളുടെ അളവ് കുറവാണ് എന്ന് പറഞ്ഞ് നരകവാസിയാകണമെന്നോ ഒരിക്കലും മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ ലോകമാണ്, അത് പടച്ചോന്റെ തീരുമാനമാണ്. നമ്മൾ നാവിനെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.